ഇപ്പൊ കുറച്ചായിട്ട് പകലിന് കുറച്ച് ദൈർഘ്യം കൂടിയ പോലെ തോന്നുന്നുണ്ട് ട്ടോ. രാവിലെ തന്നെ നമ്മളിതാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിതാ മാങ്ങയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് ട്ടോ. അതിൻ്റെ കൂടെ തന്നെ ബുക്കും വായിക്കുന്നുണ്ട്. നമ്മളെന്നും കുറേ ബുക്കൊന്നും വായിക്കില്ല. പക്ഷേ 1, 2 പേജ് ഇങ്ങനെ ഇരുന്ന് വായിക്കും. ഒരു രസം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബുക്ക് വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൽ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വേഗം ചെന്നു കരയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവളുടെ അടുത്ത് കുറച്ച് സംസാരിച്ച് അങ്ങനെ അവളെടുത്തിട്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ട്ടോ. ചെവിയൊക്കെ ഇങ്ങനെ ആക്കിയപ്പോൾ എന്തോ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഇതാ ഏടത്തിയമ്മയുടെ വീടിൻ്റെ മുകളിൽ ഇതുപോലെ മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ പീലി വിടർത്തിയിട്ട് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്നൊരു വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ നമ്മൾ ഒരുങ്ങി ഫ്രഷായി നമ്മൾ വർക്കിനിറങ്ങി. ഒരു സൈറ്റ് നോക്കണ്ടിരുന്നു കേട്ടോ സോളാറിൻ്റെ. അങ്ങനെ ഞാനും പ്രസാദേട്ടനും പോയിട്ട് ആ സൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട കാഴ്ചയുണ്ട് കേട്ടോ. ഈ ചെടിയുടെ മുകളിൽ സിറ്റ് ഔട്ടിലായിട്ട് ഒരു കിളി കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ മുട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ആ വീട്ടുകാരൊക്കെ അത്രയും കമ്പനി ആയിട്ട് മീൻസ് അതിനെ ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ടല്ലേ അത് അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു അടിപൊളി കുളം കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു കുളമാണ്. മഴയൊക്കെ പെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നേരെ വരുന്ന വഴിക്ക് ഒരു അടിപൊളി വീടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടൊരു വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ ഇതുപോലെ ഇതാ ഒരു റൈസും അതുപോലെ ബീഫ് ഫ്രൈ ആണ് ട്ടോ വാങ്ങിയത്. ബീഫ് ബിരിയാണിക്ക് പകരം ഞാൻ അങ്ങനെ കഴിക്കാറ്. അത് കഴിഞ്ഞ് ഷോപ്പിലെത്തിയപ്പോൾ ഒരു ടി വി നോക്കണ്ടായിരുന്നു. അപ്പോൾ ടിവിയുടെ ബോർഡും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു കസ്റ്റമർ സൈറ്റിൽ പോയി തിരിച്ച് വേറെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരു വർക്ക് കൂടി നോക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് നമ്മളിതുപോലെ ചായക്കടിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഇതാ ഇതിലുമണി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മളിതാ അവർക്കും കുറച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അഞ്ജുനൊന്ന് പുറത്ത് പോകണം, ഒരു ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത് വാങ്ങിക്കേണ്ടത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ അവരെയും കൂട്ടിയത് അവിടെ എത്തിട്ടോ. ഏകദേശം 7 മണി ആവാറായിട്ടും ഇപ്പോഴും കണ്ടില്ലേ പകലാണ്. അതാ ഞാൻ പറഞ്ഞത് പകലിന് ദൈർഘ്യം കൂടുതലാണെന്ന്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.